എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 2 ഐറ്റമാണ്. അതിലൊരു പപ്പായ പച്ചടിയും വെണ്ടയ്ക്ക കിച്ചടിയുമാണ് ഉണ്ടാക്കുന്നത്. ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോനെടുത്ത് വെണ്ട എടുത്തിട്ടുണ്ട്, ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത പപ്പായ എടുക്കണം, വെണ്ട നല്ല മൂക്കാത്ത നോക്കി എടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ പപ്പായ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ പൊടിയായി അരിഞ്ഞ പപ്പായ നല്ലതുപോലെ 2-3 തവണ വെള്ളത്തിലിട്ട് കഴുകണം. അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ. കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് അല്പം വെള്ളം ഒഴിക്കുക. അതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ പച്ചടി ഉണ്ടാക്കുന്നതിന് അല്പം നല്ലപോലെ മൂത്ത് അല്പം പഴുപ്പാവാനായ പപ്പായ എടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അത് ഒന്നുകൂടി വേവാനുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഒരു 5 മിനിറ്റ് കൂടി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് അതിനുള്ളൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 മുറി നാളികേരം ചിരവിത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം ചെറിയ ജീരകം ചേർത്ത് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടിയിൽ നമ്മളതൊന്ന് അരച്ചെടുക്കണം. എല്ലാവർക്കും അറിയാം പച്ചടിക്ക് എങ്ങനെയാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ പപ്പായ എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഈ സമയം തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടുക. നല്ല ഒരുപാട് അങ്ങോട്ട് തിളച്ച് ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുവിധം ആ തേങ്ങ എല്ലാം വേകുന്നവരെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ആ തേങ്ങയെല്ലാം നല്ലപോലെ ചേർന്ന് പിടിച്ചതിന് ശേഷം ഞാനതിപ്പോൾ ഒരു 200 മില്ലി തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലതുപോലെ അടിച്ചെടുത്ത തൈര്. അപ്പോൾ അതുകൂടി ചേർത്ത് തിളയ്ക്കുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കത് ഇറക്കി വയ്ക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പപ്പായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പഴയകാല രുചിക്കൂട്ടാണ്. ഇതുപോലെ മുളക് പൊടിയെല്ലാം ചേർത്തിട്ട് ഇനി അതിലേക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം 1 സ്പൂണ് കടുക് ഇതുപോലെ പൊട്ടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് കടുക് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ചേർത്ത് ചൂടാറുന്നതിന് മുന്നേ ചേർത്ത് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് അതിലേക്ക് ഒരു 2-3 സ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്താൽ നമ്മളെ പപ്പായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2-3 സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് ഇത് ഉപയോഗിക്കാം. ചൂടാറിയത് ഒന്നുകൂടി കട്ടിയായിട്ട് വരും. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവരുന്നത്. ഇനി നമ്മൾക്ക് വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാക്കാം. വെണ്ടയ്ക്ക ഞാൻ ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്. ഇതേ വലിപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കണം. നന്നായി കഴുകി നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഈ വെണ്ട നമ്മൾ അതിലിട്ടൊന്ന് പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. അതായത് വെറുതെ നമ്മളതിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അധികം അങ്ങോട്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഒരുവിധം നന്നായിട്ടൊന്ന് വെന്ത് അല്പം മുരുമുരുന്നാകത്ത് നമുക്കത് എടുക്കാം. ഇതും ഒരു പഴയകാല റെസിപ്പി തന്നെയാണ്. ഇപ്പോൾ ഉള്ളവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും പറഞ്ഞെന്നുള്ളൂ. ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു രുചിയായിരിക്കും ഈ വെണ്ടയ്ക്ക കിച്ചടി. അപ്പോൾ ഈ ഒരു മൂപ്പിന് ഞാനത് കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള വെണ്ട കൂടി നമുക്ക് അതേപോലെ തന്നെ എണ്ണയിൽ വറുത്ത് കോരണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മളെ വെണ്ട എല്ലാം ഇവിടെ വറുത്ത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മിക്സിയുടെ ജാറിൽ എടുക്കുക. അതിലേക്ക് ഇതേപോലെ ഒരു 1/2 മുറി നാളികേരം ചെറിയത് ഇട്ട് കൊടുക്കുക.
ഇനി അതിലേക്ക് ഒരു 5 വലിയ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് അല്പം ജീരകം ചേർത്ത് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരച്ചെടുത്ത പോലെ തന്നെ നല്ല കട്ടിയിൽ അരച്ചെടുക്കണം. ഇപ്പോൾ ഈ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ അരപ്പ് ഞാൻ ഒരു ചീനിച്ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഈ കിച്ചടിക്ക് വേണ്ടുന്ന ഉപ്പ് നമ്മളതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങ എല്ലാം അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ ചെയ്ത മാതിരി തന്നെ ഒരു 200 മില്ലി തൈര് നല്ലതുപോലെ അടിച്ചെടുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് പൊട്ടാനാകുമ്പോൾ അത് അവിടെ മാറ്റി വയ്ക്കുക. ഇനി തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ വറുത്ത വെണ്ടയ്ക്ക നമ്മൾ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും തിളയ്ക്കാൻ അനുവദിക്കരുത്. വെണ്ടയ്ക്ക നല്ലപോലെ വെന്തതാണ്, വറുത്ത വെണ്ടയ്ക്കയാണ്, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഈ വെണ്ടയ്ക്ക കിച്ചടി. ഇനി അതിലേക്ക് ഒരു വറവ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3-4 ചുവന്ന മുളക് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 2-3 തണ്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളക് ഞാൻ അതുപോലെ പൊടിയായി വട്ടത്തിലരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ആ കിച്ചടിയിൽ ഒഴിച്ചു കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. അപ്പോൾ ഓണം നമ്മൾക്ക് ഒരുപാട് ദിവസം ഉണ്ടല്ലോ, 10 ദിവസമൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും ഓരോ ദിവസം ഓരോന്നായിട്ട് ട്രൈ ചെയ്യുക. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെ വെണ്ടയ്ക്ക വറുത്ത കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സദ്യക്കൊക്കെ ഓർഡർ പിടിക്കുന്ന സമയത്ത് നമ്മളിതൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഒരു ഐറ്റമാണ്, നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ ഈ 2 കിച്ചടിയും പച്ചടിയും ഓരോ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പപ്പായ പച്ചടി അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ട്. വെണ്ടയ്ക്ക കിച്ചടി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.